ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 60-ന്റെ 1-2 വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഇവിടെ ജാതികൾക്ക് പ്രകാശമായി വെച്ചിരുന്ന ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നീ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ്? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുന്ന ഈ സമയത്ത് നിൻ്റെ മേലെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവ തേജസ്സും പ്രകാശവും ലഭിച്ച നീ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് പറയുകയാണ് അവിടെ. അപ്പോൾ അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ, കൂരിരുട്ട് ജാതികളെ മൂടിയിരിക്കുമെന്ന് പറയുമ്പോൾ, അന്ധകാര നിബിഡമായ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമി കൂരിരുട്ട് ജാതികളെ മൂടിയിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, ദൈവത്തെ അറിയാതെ വണ്ണം മനുഷ്യൻ അന്ധകാരത്തിലായിരിക്കുന്നു. പിശാചവരുടെ ബുദ്ധിയെ മറയ്ക്കുന്നു. ദൈവത്തെ മനസ്സിലാക്കാതെ വണ്ണം ജനങ്ങൾ അവിടെ പരാജയത്തിലും ഭീതിയിലും ദുർനടപ്പിലും, അതുതന്നെയല്ല വിഗ്രഹങ്ങളെ സേവിച്ചും ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ സേവിച്ചൊക്കെ നടക്കുന്ന ഒരു കാലയളവിലാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്നത്തെ നാളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ജനങ്ങൾ ബ്രോക്കൺനെസ്സിലായിരിക്കുന്നു, പരാജയത്തിലായിരിക്കുന്നു, ഭീതിയിലായിരിക്കുന്നു. അവർ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നു, ദൈവത്തെ അറിയാത്തവരായി തീരുന്നു. അങ്ങനെയുള്ള കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ വെളിച്ചം ലഭിച്ചവരായ നമ്മളോട് നമ്മുടെ കർത്താവ് പറയുകയാണ്, തേജസ് ലഭിച്ചവരായ നമ്മളോട് നമ്മുടെ കർത്താവ് പറയുവാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന്. നിൻ്റെ മേൽ എൻ്റെ പ്രകാശത്തെ ഞാൻ വെച്ചിട്ടുണ്ട്. നിൻ്റെ മേൽ ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്കണം, കാരണം നിൻ്റെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നുവെന്ന് പറയുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പ്രകാശം തന്നതുകൊണ്ടാണ് പറയുന്നത്. പ്രകാശത്തിലേക്ക് നമ്മളെ ദൈവം നയിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾക്ക് ചുറ്റും കൂരിരുട്ടാണ്. നമ്മൾ പ്രകാശം ലഭിച്ചവരായ നാം, അതായത് ദൈവത്തിൻ്റെ തേജസ് ലഭിച്ചവരായ നാം, നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശം ലഭിച്ചു, ദൈവത്തിൻ്റെ തേജസ് ലഭിച്ചു. ദൈവത്തിൻ്റെ പ്രകാശം ലഭിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഒരു നാളിൽ നമ്മളും അന്ധകാരത്തിലായിരുന്നു, കൂരിരുട്ടിലായിരുന്നു, ദൈവത്തെ അറിയാത്ത ജാതികളായിരുന്നു. എന്നാൽ ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നി, കൃപ തോന്നി, അവൻ്റെ പ്രകാശത്തെ നമ്മുടെ മേൽ ഉദിപ്പിച്ചു. അപ്പോൾ ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശത്തെ ഉദിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ദൈവം നമ്മളെ തേജസ്സിലേക്ക് സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ കൃപയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ തന്നു, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രകാശം ദൈവം നമ്മുടെ മേൽ പകർന്നു. അതുതന്നെയല്ല, തേജസ്സിനെയും തന്നു. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സും നമ്മുടെ മേൽ വന്നുദിച്ചു. ഈ ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ ഉള്ളതുകൊണ്ട് ഈ അന്ധകാര നിബിഡമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന എല്ലാ ചലഞ്ചസ്, എല്ലാ പ്രതികൂല അവസ്ഥകളെയും അഭിമുഖീകരിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപയും ആ ദൈവത്തിൻ്റെ തേജസ്സിൽ നമുക്ക് ദൈവം തന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഒരിക്കൽ നീ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ അതിൽ നിന്ന് നിന്നെ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ
രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. ഈ വെളിച്ചം ലഭിച്ചവരായതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ്. ഇവിടെ പറയുന്ന എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന്. എവിടുന്നാണ് നമ്മൾ എഴുന്നേൽക്കുക? നമ്മുടെ മേൽ ദൈവം പ്രകാശത്തെ നമ്മുടെ മേൽ അയച്ചു കഴിഞ്ഞു, അവൻ്റെ തേജസ്സിനെ അയച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ചുറ്റും കൂരിരുട്ടാണ്, എന്നാൽ നമ്മുടെ ചുറ്റും അന്ധകാരമാണ്. അതുകൊണ്ട് ഈ തേജസ് പ്രാപിച്ചവരായ നാം ഒന്ന് എഴുന്നേൽക്കണം. അപ്പോൾ നമ്മളെ ഒരു പ്രവൃത്തിയിലേക്ക് ദൈവം അവിടെ വിളിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ദൈവം കമാൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ എഴുന്നേൽക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പ്രകാശിക്കണം. കർത്താവിൻ്റെ കമാൻഡാണ്, നമ്മൾ എഴുന്നേൽക്കണം. അന്ന് ഇസ്രായേൽ സഭയോട് പറഞ്ഞപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പ്രകാശം ലഭിച്ച തൻ്റെ സഭയോട് ദൈവം പറയുകയാണ്, നീ ഒന്ന് എഴുന്നേൽക്കണം, അതിനുശേഷം നീ ഒന്ന് പ്രകാശിക്കണമെന്ന്. അപ്പോൾ എവിടുന്നാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ ഇരിപ്പ്? നമ്മൾ പ്രകാശം ലഭിച്ചവരാണെങ്കിലും, നമ്മൾ ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണെങ്കിൽ, ഈ ലോകത്തിലാണെങ്കിലും, നമ്മൾ ഈ ലോകപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ, നമ്മൾ അതിനെ ഒന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിനായി നമ്മളൊന്ന് എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. ഈ ലോകത്തോട് ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിൻ്റെ വഴികളിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ഈ ലോകമെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയാത്ത ഒരു ജനം, ഈ ലോകത്തിലെന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്, ഐഡിയാസ് ഉണ്ട്, പർപ്പസ് ഉണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, അതെല്ലാം ദൈവത്തിനും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനും എതിരുള്ളതാണ്, അതിനെ എതിർക്കുന്നതാണ്. കർത്താവിൻ്റെ വഴികളെ എതിർക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ സിസ്റ്റം. പ്രകാശം ലഭിച്ചവരായ നാമും ഒരു പക്ഷേ അതിനോട് ചേർന്ന് ജീവിക്കുന്നവരാണെങ്കിൽ, അതിനനുസരിച്ചാണ് നാം പോകുന്നതെങ്കിൽ, അതിൽ നിന്ന് നമുക്കൊരു എഴുന്നേൽപ്പ് വരണമെന്ന് ഇവിടെ പറയുകയാണ്. നീ ഒന്ന് എഴുന്നേൽക്കണം എന്ന് പറയുകയാണ്. അതുതന്നെയല്ല, ഈ ലോകത്തോട് ചേർന്ന് പോകുന്നവരാണ് അതിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് പറയുന്നപ്പോൾ തന്നെ നമ്മൾ ആത്മീക മന്ദതയുള്ളവരായി തീർന്നിരിക്കാം. ഒരു പക്ഷേ നമ്മൾ പ്രകാശം ലഭിച്ചവരാണെങ്കിലും ആത്മീക ഉറക്കത്തിലായിരിക്കാം, സ്പിരിച്വൽ സ്ലംബർനെസ്സിലായിരിക്കാം നമ്മൾ. അല്ലെങ്കിൽ ഒരു ആത്മീകമായ ഒരു സംതൃപ്തിയോടുകൂടി നമ്മൾ ജീവിക്കുന്നവരായിരിക്കാം. നമ്മൾ യേശുവിനെ അറിഞ്ഞു, യേശുവിൻ്റെ പക്ഷത്തായി തീർന്നു, ഇത് മതി എന്നുള്ള ചിന്തയിൽ സംതൃപ്തരായി, സ്പിരിച്വൽ കോംപ്ലസൻസി, നമ്മൾ സ്പിരിച്വലി നമ്മൾ സംതൃപ്തരായിട്ടിരുന്നിരിക്കാം. എന്നാൽ അവിടെ നിന്നെല്ലാം ഒന്ന് എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. അവിടെ നിന്നെല്ലാം നമ്മളൊന്ന് എഴുന്നേൽക്കണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള ലോകമെന്ന് പറയുന്ന അന്ധകാരത്തിലാണ്, അത് കൂരിരുട്ടിലാണ്, അന്ധകാര ശക്തികളാണ് ഭരിക്കുന്നത്. എന്നാൽ അവിടെ ആയിരിക്കുന്നവരും ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ അവരും വെളിച്ചത്തിൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ എഴുന്നേൽക്കുവാൻ ഉള്ളവരായി തീരണം. ഈ ലോകത്തോടനുസരിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുന്നതെങ്കിൽ, അതിൽ നിന്നോട് വിട പറഞ്ഞ് കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ കർത്താവിന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതല്ല എങ്കിൽ നമ്മൾ ആത്മീക മന്ദത പ്രാപിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അവിടെ നിന്നും ഒന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് പറയുന്നുണ്ട്. കാരണം എന്തിനാണ് എഴുന്നേൽക്കുക? നമ്മളൊന്ന് പ്രകാശിക്കുവാൻ വേണ്ടി. ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന്. എന്നാൽ നമ്മളെവിടെയാണ്? കർത്താവ് നമ്മളെപ്പറ്റി പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ പ്രകാശിച്ചപ്പോൾ നമ്മൾ വെളിച്ചമായി തീർന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് നമ്മളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വെളിച്ചമായ നാം എന്ത് ചെയ്യണം? നാം പ്രകാശിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കായെന്ന്. നമ്മളെ ദൈവം വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർത്തു.
അന്ധകാരത്തിൻ്റെ മക്കളായിരുന്നു, അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ വന്നപ്പോൾ, തേജസ് നമ്മളിൽ വന്നപ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് ആ വെളിച്ചം നമ്മളിൽ നിന്ന് ഈ നാളുകൾ പ്രകാശിക്കണം. കാരണം നമ്മുടെ ചുറ്റും കൂരിരുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വെളിച്ചമായി ശോഭിക്കണം. വെളിച്ചങ്ങളുടെ പിതാവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ്. നമ്മുടെ ദൈവം വെളിച്ചമാണ്. അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. സങ്കീർത്തനം 36-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നുവെന്ന്. ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് നമ്മൾ പ്രകാശം കാണുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് പതിയണമെങ്കിൽ ദൈവം അതിനെ ഇലൂമിനേറ്റ് ചെയ്ത് തന്നാലേ പറ്റുകയുള്ളൂ. ദൈവം അതിനെ പ്രകാശിപ്പിച്ച് തന്നാലേ നമുക്ക് അത് ഉള്ളത്തിൽ കൈക്കൊള്ളുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നുവെന്ന്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ കൃപയും ഒക്കെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം പ്രകാശമായി ശോഭിക്കുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ്, ലോകത്തിൻ്റെ വെളിച്ചമായ നമ്മുടെ കർത്താവ് നമ്മളെപ്പറ്റി പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ്. ഈ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നുവെന്ന്. കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. അപ്പോൾ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞ കർത്താവ് നാമും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് ജീവിച്ചതുപോലെ, കർത്താവ് പ്രവർത്തിച്ചതുപോലെ, കർത്താവ് പ്രകാശിച്ചതുപോലെ നാം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രകാശിക്കുവാനും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അവിടെ പറയും, ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറയുമ്പോൾ, അപ്പോൾ നാം അതുപോലെ ആയിരിക്കുവാൻ കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജനന സമയത്തെ യെശയ്യാപ്രവാചകൻ ഇങ്ങനെ എഴുതിയിട്ട് ജനനത്തെ പറ്റി പറയുന്ന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെ പറ്റി പറയുമ്പോൾ യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചുവെന്ന്. ഇരുട്ടിൽ ഇരുന്ന ജനം, യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ പറയുകയാണ്, ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു, വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചുവെന്ന് പ്രവചനമായിട്ട് യേശുവിനെ പറ്റി യെശയ്യാപ്രവാചകൻ പറഞ്ഞു. എന്നാൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ കർത്താവ് ജാതികളുടെ ദേശത്തൊക്കെ കർത്താവ് കടന്നുപോയി. ജാതികളുടെ ദേശത്തായ ഗലീലയിലും സെബുലൂൻ ദേശത്തും നഫ്താലി ദേശത്തൊക്കെ കർത്താവ് കടന്നു പോകുമ്പോൾ കർത്താവിനെ പറ്റി അവിടെ അന്ന് യെശയ്യാവ് പറഞ്ഞ കാര്യം തന്നെ അവിടെ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ ഇങ്ങനെ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നുണ്ട്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രയത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കൂടി കടൽക്കരയുള്ള ഖഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നുവെന്ന്. അപ്പോൾ യേശു സഞ്ചരിച്ച ഭാഗങ്ങളിൽ, ജാതികളുടെ സ്ഥലങ്ങളിൽ, കൂരിരുട്ട് പ്രാപിച്ച സ്ഥലങ്ങളിൽ, അന്ധകാരം നിബിഡമായ സ്ഥലങ്ങളിൽ, ജാതികളുടെ പ്രദേശങ്ങളിൽ കൂടിയൊക്കെ യേശു സഞ്ചരിച്ചപ്പോൾ അവിടെ എന്തു പരന്നു എന്നാണ് പറയുന്നത്. അവിടെ പ്രകാശം പരന്നു, അവിടെ ഒരു അന്ധത മാറി. അവിടെ പറയുന്നത് മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചുവെന്ന്.
അവിടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഇരുട്ട് മാറി, അവിടെ അത്ഭുതം നടന്നു, അവിടെ അടയാളങ്ങൾ നടന്നു, യേശുവിൽ കൂടി അത്ഭുതങ്ങൾ നടന്നു. വെളിച്ചമായ കർത്താവ് അതിൽ കൂടി സഞ്ചരിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നു, അവിടെ അതിശയങ്ങൾ നടന്നു, അവിടെ രോഗസൗഖ്യമുണ്ടായി. ജനങ്ങളുടെ അന്ധകാരം നിബിഡമായ ആ ദേശത്തെ ആ ജനങ്ങളുടെ മേലുണ്ടായിരുന്ന അന്ധകാരം മാറി, അവർ മരണനിഴലിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അവിടെ മരിച്ചു കിടന്ന് അവിടെ ആത്മാവിന് പുതുജീവൻ വന്നു. അവരുടെ അന്ധകാരത്തിൻ്റെ മക്കളായിരുന്നവർ വെളിച്ചത്തിൻ്റെ മക്കളായി തീർന്നു. അവർ രക്ഷിക്കപ്പെട്ട് അവർ യേശുവിൻ്റെ ഫോളോവേഴ്സായി തീർന്നു, അവർ യേശുവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. യേശു സഞ്ചരിച്ചിരുന്ന നാടുകളിൽ യേശു ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ കർത്താവ് പറയുന്നു, ലോകത്തിൻ്റെ വെളിച്ചമായി യേശു സഞ്ചരിച്ചപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ലോകത്തിൻ്റെ വെളിച്ചമാക്കി വെക്കുമ്പോൾ, ഈ അന്ധകാര നിബിഡമായി ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അന്ധകാരം ബാധിച്ച പ്രദേശങ്ങളിൽ ജനങ്ങളുടെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളൊരു വെളിച്ചമായി ശോഭിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ് അങ്ങനെ ശോഭിക്കുന്നില്ല എങ്കിൽ നാം എഴുന്നേറ്റ് പ്രകാശിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് പറയുന്നത്. നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. നമ്മുടെ എല്ലാവിധമായ ലോകത്തോട് ചേർന്നുള്ള ജീവിതമെല്ലാം നമ്മൾ മാറ്റിയിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശമായി തീരുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, ആ ദൈവത്തിൻ്റെ വെളിച്ചം, നമുക്ക് ലഭിച്ച വെളിച്ചം, ഈ നാളുകളിൽ അന്ധകാരത്തിലിരിക്കുന്നവർക്ക് നമുക്ക് ലഭിച്ച വെളിച്ചം നമ്മളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കണം, എങ്ങനെയെല്ലാമാണ് ഈ വെളിച്ചത്തിന് ശോഭിക്കുവാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല എന്ന്. വെളിച്ചം പ്രകാശിക്കുന്ന ഇരുളിലാണ്. നമുക്കറിയാം, വെളിച്ചമില്ല, പകല് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ അവിടെ ഓഫ് ചെയ്യാതെ കിടന്നാലും നമുക്കറിയാൻ പറ്റത്തില്ല ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ഇരുളിലാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ ഇരുളിൽ മറഞ്ഞിരുന്ന കാര്യങ്ങളെ ഈ വെളിച്ചം പുറത്തു കൊണ്ടുവരുന്നു. വെളിച്ചം വരുമ്പോൾ റൂമിൽ കയറി നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ആ റൂമിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് പ്രകാശം വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ ഈ വെളിച്ചം ഇരുട്ടിലുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മളിലുള്ള വെളിച്ചം, നമുക്ക് ദൈവം വെളിച്ചം തന്നു, ആ വെളിച്ചത്തെ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആ വെളിച്ചത്തെ മറ്റുള്ളവർ കാണുമ്പോൾ ആരെയാണ് കാണുന്നത്? വെളിച്ചമായി നമ്മളിലുള്ള നമ്മുടെ കർത്താവിനെയാണ് കാണുന്നത്. ഒരു വിളക്ക് കത്തിച്ച് ആരും ബൈബിളിലുണ്ട്, കട്ടിൻ്റെ കീഴിൽ വെക്കത്തില്ല, മേശയുടെ അടിയിൽ വെക്കത്തില്ല, എല്ലാവരും കാണുവാൻ തക്ക, എന്നാലേ വെളിച്ചം ആ റൂമിലുള്ളവർക്കല്ല, ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പുറത്ത് വെച്ചെങ്കിൽ മാത്രമേ അവിടെ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിലുള്ള വെളിച്ചം മറ്റുള്ളവരിൽ കാണുമ്പോഴാണ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നമുക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പോഴാണ് നമ്മൾ എങ്ങനെയുള്ളവരാണ്, നമുക്ക് യഥാർത്ഥമായ വെളിച്ചമാണോ ലഭിക്കുന്നത്, ക്രിസ്തു നമ്മളിലുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രകാശിക്കണം. കാരണം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് ലഭിച്ച വെളിച്ചത്തെയാണ്, കർത്താവിൻ്റെ വെളിച്ചത്തെയാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ ആണ് ദൈവനാമം നമ്മളിൽ കൂടി മഹത്വം എടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, അവിടെ എഴുതിയിരിക്കുന്നത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ
പ്രകാശിക്കുമ്പോൾ ആരെയാണ് മഹത്വപ്പെടുന്നത്? മറ്റുള്ളവർ ആരെയാണ് അറിയുന്നത്? നമ്മുടെ കർത്താവിനെയാണ് അറിയുന്നത്. കാരണം കർത്താവിനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് ഏതെല്ലാം സാഹചര്യങ്ങളും നമുക്ക് പറ്റും. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും അത് നമുക്ക് ചെയ്യുവാൻ പറ്റും. നമ്മുടെ എല്ലാ ഓർഡിനറി ആയിട്ടുള്ള സാധാരണ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും അത് നമുക്ക് ചെയ്യുവാൻ പറ്റും. ഭവനത്തിൽ, നമ്മുടെ ജോലിക്കാരോടുള്ള ഇടപാടുകളിൽ, നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ അവിടെ, നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ അവിടെ, നമ്മുടെ കൂട്ടുവിശ്വാസികളോടെ, നമ്മുടെ സ്വന്തം സഹോദരങ്ങളോടെ, ഇങ്ങനെയുള്ളവരോട് എല്ലാവരോടുമുള്ള എല്ലാ ഇടപാടുകളിലും ഈ വെളിച്ചത്തെ, ഈ പ്രകാശത്തെ നമുക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ അതിൽ കൂടി ആരാണ് മഹത്വം എടുക്കുന്നത്? അതിൽ കൂടി ദൈവത്തിൻ്റെ നാമമാണ് മഹത്വം എടുക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2:15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ധകാരം പ്രാപിച്ചവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നുവെന്ന്. നമ്മൾ പ്രകാശിക്കുന്നു എങ്ങനെ? ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നുവെന്ന് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ആരുടെ നടുവിൽ? അന്ധകാരം പിടിച്ചെടുത്ത്, ഇരുട്ടിൽ മാത്രമേ ലൈറ്റിന്, വെളിച്ചത്തിന് പ്രകാശിക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇരുളടഞ്ഞ ഈ ലോകത്തിൽ നാം ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വെളിച്ചം മറ്റുള്ളതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ വെളിച്ചം. അപ്പോൾ നമ്മളിലുള്ള ക്രിസ്തുവിനെ നമ്മുടെ ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വേളകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരണം. രണ്ടാമതായിട്ട് ഈ ലൈറ്റ്, ഈ പ്രകാശം നമ്മളിൽ വരുമ്പോൾ ഈ പ്രകാശം നമ്മളെ ഗൈഡ് ചെയ്യും. ശരിയായിട്ടുള്ള വഴിയിൽ ഈ പ്രകാശം നമ്മളെ നടത്തും. നമുക്കറിയാം, ഈ പ്രകാശം ലൈറ്റ് ഇല്ലാത്തപ്പം നമുക്ക് വെട്ടം കാണാതെ നമ്മൾ മുന്നോട്ട് പോകില്ല. അന്ന് ലൈറ്റ് ഇടുമ്പോൾ അത് ശരിയായ വഴി കൂടെ നമ്മൾ പോകും. അതുപോലെ തന്നെ ഈ ജീവൻ്റെ പ്രകാശം, ജീവൻ്റെ വെളിച്ചം ലഭിച്ചവരായ നാം ജീവങ്കിലേക്ക് മറ്റുള്ളവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്നവരായിത്തീരണം, നമ്മൾ നയിക്കുന്നവരായിത്തീരണം. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ നയിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ പ്രകാശം ലഭിച്ചവരായ നാം മറ്റുള്ളവരെ ഈ പ്രകാശത്തിങ്കിലേക്ക്, ജീവൻ്റെ ദാതാവായ വെളിച്ചമായ നമ്മുടെ കർത്താവിങ്കിലേക്ക് നമ്മൾ നയിക്കുന്നവരായിത്തീരണം. നമുക്കറിയാം, ദൈവവചനത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവിനെ അന്ത്രയോസിന് പരിചയപ്പെടുത്തിയപ്പോൾ അന്ത്രയോസ് ആദ്യം എന്താണ് ചെയ്തത്? തൻ്റെ സഹോദരനായ പത്രോസിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. പത്രോസിൻ്റെ അടുക്കൽ ഓടിച്ചെന്നിട്ട് എന്തോ പറഞ്ഞു? ഞാൻ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസിനോട് ചെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തു? പത്രോസിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവൻ യേശുവിൻ്റെ അറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ പ്രകാശം, യേശുവാണ് സത്യദൈവം, യേശു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ഈ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായിട്ട് ഈ ലോകത്തിൽ വന്ന് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയപ്പോൾ ആ യേശുവിനെ ആദ്യം സ്വന്തം സഹോദരനെ അന്ത്രയോസ് അവിടെ പരിചയപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് വേറൊരു ഭാഗത്ത് കാണാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ അവിടെ കാണുവാൻ കഴിയുന്നത്, ചില യവനന്മാർ, ജാതികൾ ഫിലിപ്പോസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസിനെ അറിയാം അന്ത്രയോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെയാണ്. അപ്പോൾ ഈ യവനന്മാരെയും പിടിച്ച് അന്ത്രയോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇവരെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു യേശുവിനെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പ്രകാശം ലഭിച്ചവരാണ് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത്, ഈ വഴിയായ ജീവങ്കിലേക്കുള്ള വഴിയിലേക്ക് നയിക്കുന്നത്. നമ്മളെത്ര പേരെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ തേജസ്സും എല്ലാം നമ്മളിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളെത്ര പേരെ നമ്മുടെ കർത്താവിന് പരിചയപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ഇപ്പം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാണ്, നമ്മൾ എഴുന്നേൽക്കുക, എന്നിട്ട് ഈ പ്രകാശം മറ്റുള്ളവരുടെ മേൽ ചൊരിയുക എന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് നമുക്കത് വചനത്തിൽ കാണുവാൻ കഴിയുമല്ലോ. ആ ശമര്യക്കാരത്തി സ്ത്രീ വ്യഭിചാരത്തിൽ ജീവിച്ച ആ സ്ത്രീ, അവർ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ വെളിച്ചം അവരിൽ വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? അവരുടനെ അവരുടെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം
4-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിലുണ്ട്. അവരുടനെ അവരുടെ പട്ടണത്തിലേക്ക്, അവരുടെ പട്ടണത്തിലേക്ക് അവർ ഓടിപ്പോയിട്ട് അവരെന്തു പറഞ്ഞു? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, അവൻ ഒരു പക്ഷേ ക്രിസ്തുവായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ആ പട്ടണക്കാരെല്ലാം അവിടെ പുറകിൽ ഓടി വന്നു. അവിടെ ഓടി വന്നപ്പോൾ അവർ വന്നിട്ട് ആ പട്ടണത്തിലെ പലരും, അവിടെ പറയുന്നത് ആ പട്ടണത്തിലെ പലരും അവൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തം യേശുവിൽ വിശ്വസിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. ഇനി നീ പറഞ്ഞിട്ടല്ല ഞങ്ങളിനി വിശ്വസിക്കാമെന്ന്, ഞങ്ങളിനി നേരിൽ കർത്താവിൽ നിന്ന് കേൾക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ആ സ്ത്രീക്ക് പ്രകാശം ലഭിച്ചപ്പോൾ അവൾ ഒരു പട്ടണത്തെ മുഴുവനും കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രകാശം ലഭിച്ചവരായ നാം ഈ പ്രകാശത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് പൗലോസ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ തൻ്റെ വിളിയെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: അന്ധകാരത്തിൽ ഇരിക്കുന്നവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരുപ്പാനും ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നുവെന്ന്. എന്താണ് പൗലോസ് പറയുന്നത്? അന്ധകാരത്തിലിരിക്കുന്നവരുടെ കണ്ണ് തുറക്കുവാനും വെളിച്ചം ലഭിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വെളിച്ചം ലഭിച്ച തൻ്റെ സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അന്ധകാരത്തിലിരിക്കുന്നവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെപ്പറ്റി ഒരു സമയത്ത് നമ്മൾ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ നമ്മളെ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും അന്നിങ്ങനെ അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായ ചെറിയതും വലുതുമായ പല ശുശ്രൂഷകളിൽ കൂടി നാം ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ തേജസ്സും നമ്മുടെ മേൽ ദൈവം ഉദിപ്പിച്ചത്. അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നുവെന്ന്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നുവെന്ന്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നുവെന്ന്. അതായത് നമ്മൾ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ മാത്രമേ നമ്മൾ അനുഭവിച്ച രക്ഷ പൂർണ്ണമാകുകയുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ കർത്താവിനോട് സദൃശന്മാരാകും. അപ്പോഴാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. അതിനെപ്പറ്റി പറയുന്നത് നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നുവെന്ന്. അതായത് കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നുവെന്ന്. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു, നമ്മുടെ രക്ഷ അടുത്തിരിക്കുന്നു. നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവിൻ്റെ വരവെങ്കിലാണ്. അപ്പോൾ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ നമ്മളെ അത് വിളിച്ചറിയിക്കുന്നതാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഈ ലോകത്തും മനുഷ്യരുടെ സ്വഭാവത്തിലും എല്ലാ രംഗങ്ങളിലും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ രക്ഷ അടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ രക്ഷ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അവിടെ എഴുതിയിരിക്കുന്നത് രക്ഷ അധികം അടുത്തിരിക്കുന്നു, രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, രാത്രിയുടെ അനുഭവം എന്ന് പറയുമ്പോൾ അന്ധകാരത്തിൻ്റെ അനുഭവം അത് കഴിയാറായി. ഏതാണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളുടെ അനുഭവം ഈ യുഗം തീരാറായി. പിശാചാണ് ഈ ലോകത്തെ ഇപ്പോൾ
ലോകത്തിൻ്റെ അധിപതിയായിട്ട് പിശാചുണ്ട്. ഈ ലോകം പിശാചിൻ്റെ കരങ്ങളിൽ കിടക്കുന്നു. ദൈവമാണ് സർവാധികാരി, എങ്കിലും പിശാചിൻ്റെ ആ അന്ധകാര ശക്തി ഭൂമിയിലുണ്ട്. എന്നാൽ ആ രാത്രി കഴിവാറായിരിക്കുന്നു, പകലടുത്തിരിക്കുന്നു. ഇവിടെയും പറഞ്ഞ അന്ധകാരം നീങ്ങാറായിരിക്കുന്നു. അതുകൊണ്ടാണ് പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ലോകത്തെ അന്ധകാരത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നത്. ജനങ്ങളെ കഷ്ടതയിലേക്കും പ്രയാസങ്ങളിലേക്കും എല്ലാം ഭയത്തിലേക്കും എല്ലാം ജനങ്ങളെ മ്ലേച്ഛകരമായ വഴിയിലേക്കെല്ലാം ജനങ്ങളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? പിശാചാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്? കാരണം തനിക്കിനി അല്പകാലമേ ഉള്ളൂ. കാരണം പകലടുക്കാറായി, കാരണം കർത്താവിൻ്റെ വരവ് അടുക്കാറായി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് അതുകൊണ്ട് നാം എഴുന്നേൽക്കണം, നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ ഇരുന്നു പോകാതെ നമ്മളായിരിക്കുന്ന ആത്മീക ഉറക്കത്തിൽ നാം എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശോഭിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം എഴുന്നേറ്റ്, അതാണ് ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള കാര്യം. അന്ധകാരം പിടിച്ച് ലോകത്തിൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളത്തിൽ തന്നെങ്കിൽ ആ പ്രകാശത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? ദൈവത്തെ അറിഞ്ഞവരായ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായ നാം അന്ധകാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ ദൈവത്തിങ്കിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് സ്വർഗം മഹിമകളെല്ലാം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ പ്രകാശം മറ്റുള്ളവരുടെ മേൽ പരത്തുവാൻ തക്കവണ്ണം ഒന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മളോട് ഇന്ന് കമാൻഡ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ അതുമൂലം അനേകരെ ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, സത്യദൈവത്തിലേക്ക്, നിത്യദൈവത്തിലേക്ക്, നിത്യജീവങ്കിലേക്ക് അതുമൂലം വരുവാൻ ഇടയാകും. അതുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം. ഞാനൊരു സംഭവം ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ ഫ്രാൻസ് അവരിങ്ങനെ നോക്കിയപ്പോൾ ജർമ്മൻ പട്ടാളക്കാർ ഫ്രാൻസിലുള്ള അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ കുറേ പേർ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൽ അവരുടെ ശത്രുക്കൾ ആ ബിൽഡിങ്ങിൽ കയറിയിരിക്കുന്നതായിട്ട് ഈ ഫ്രഞ്ച് ആർമീസ് കണ്ടു. അപ്പോൾ ഈ ഫ്രഞ്ച് ആർമിയിൽ നല്ലതായിട്ട് വെടിവെക്കുന്ന ഒരു ഷൂട്ടറുണ്ട്. നല്ല എക്സലൻ്റായിട്ട് അയാൾ ഷൂട്ട് ചെയ്യും. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാളുടെ പേര് പെരേര എന്നായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ഫ്രാൻസിൽ തൻ്റെ സ്ഥലത്തെ ഒരു ബംഗ്ലാവൊക്കെ പണിതിട്ടുണ്ട്. നല്ലൊരു ഗാർഡനുണ്ട്. അത് തന്നെ നല്ലൊരു വിനിയാട്, ഒരു മുന്തിരിത്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് അവിടെ പോയി താമസിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന സമയത്താണ് യുദ്ധമുണ്ടാകുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഇവരിങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്രാൻസിൽ അവിടെയുള്ള ചെറിയ ഗ്രാമത്തിൽ നല്ലൊരു ബിൽഡിങ്ങിൽ ഒരു ശത്രുക്കളായ ജർമ്മൻസ് അതിനകത്ത് സോൾജേഴ്സ് അതിനകത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോഴേ ഈ ഫ്രഞ്ച് കമാൻഡർ, അവരുടെ കമാൻഡർ എന്ത് ചെയ്തു? ഈ പെരേറയോട് പറഞ്ഞു, അയാളാണ് ഏറ്റവും നല്ലതായിട്ട് ഷൂട്ട് ചെയ്യാൻ മിടുക്കൻ. ഈ പെരേറയോട് പറഞ്ഞ് കമാൻഡ് കൊടുത്തു, പെട്ടെന്ന് ആ ബിൽഡിങ് ഷൂട്ട് ചെയ്യുവാൻ പറഞ്ഞു. ആ കമാൻഡർ പറഞ്ഞ നിമിഷം തന്നെ ഈ പെരേറെ ഒരൊറ്റ ഷൂട്ടിങ്ങിനെ ആ ബിൽഡിങ് തകർത്തു. ആ ബിൽഡിങ് എല്ലാം പൊളിഞ്ഞ് വീണ് ആകപ്പാടെ തകർന്നതായിട്ട് മനസ്സിലായി. അങ്ങനെ ആ ശത്രുക്കളെ, അതിനകത്തുണ്ടായിരുന്ന സകല ശത്രുക്കളും ജർമ്മൻ സോൾജേഴ്സും മരിക്കുവാനിടയായി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ ശത്രുക്കൾ കയറി ഇരുന്ന ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ അദ്ദേഹം കുറച്ച് നാളും കൂടെ ചെന്ന് പാർപ്പാൻ ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച ആ ബിൽഡിംഗ് ആയിരുന്നു. ആ മനുഷ്യൻ അറിയാമായിരുന്നു തൻ്റെ ഭവനമായിരുന്നുവെന്ന്. എന്നാൽ തൻ്റെ കമാൻഡർ തന്നോട് കമാൻഡ് ചെയ്ത ആ സമയം തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ കമാൻഡറിനെ ആ മനുഷ്യൻ പെരേറ ഒബേ ചെയ്തു, അനുസരിച്ച് അതുപോലെ തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കമാൻഡറായ നമ്മുടെ കർത്താവ്
ഈ ലോകത്തിൻ്റെ മുഴുവനും അധിപതിയായ നമ്മുടെ കർത്താവ് ഇന്ന് നമ്മളോട് കമാൻഡ് ചെയ്യുകയാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന്. നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? ഇത് ദുഷ്കാലമാണ്, അന്ധതയിലാണ് ജനങ്ങൾ, അന്ധകാരത്തിലാണ് ജനങ്ങൾ, കൂരിരുട്ടിലാണ് ജനങ്ങൾ. ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യരും ഈ നിത്യമായ നിത്യനായ സത്യദൈവത്തെ, നിത്യവെളിച്ചമായ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രകാശം ലഭിച്ച് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ശോഭിക്കാൻ നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നമ്മളിൽ പ്രീതിയുള്ളവരായിത്തീരും, പ്രസാദമുള്ളവരായിത്തീരും. അതിനെപ്പറ്റി ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കുമെന്ന്. ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നവർ മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ കർത്താവിൻ്റെ ആ പ്രകാശം നമ്മൾ മറ്റുള്ള വിവിധമായ ശുശ്രൂഷകളിൽ കൂടെ, ദൈവത്തിൻ്റെ ചെറുതും വലുതുമായ വിവിധമായ ശുശ്രൂഷകളിൽ കൂടി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നാം കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഒരു സമയം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും? ആകാശം മണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. നാം എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ പ്രകാശിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന ആഹ്വാനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വെളിച്ചമായ അങ്ങ് ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നു കർത്താവേ. ആ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് കർത്താവെ കൊടുക്കുവാൻ, പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് നീ പറഞ്ഞല്ലോ കർത്താവെ. ഞങ്ങളൊന്ന് എഴുന്നേൽക്കുവാൻ, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഇരിക്കുന്നവരാണ്. ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അതിനോട് ഞങ്ങൾ ചേർന്ന് പോകും കർത്താവെ. ഞങ്ങൾ ആത്മീകമായി ഉറങ്ങിപ്പോകും കർത്താവെ. ഞങ്ങൾ ആത്മീകമായി സംതൃപ്തരായിരിക്കും കർത്താവെ. അതിൽ നിന്നെല്ലാം ഞങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തേജസ്സും പ്രകാശം ലഭിച്ച ഞങ്ങൾ കർത്താവിനായി ശോഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇനി വചനം കേട്ടവർ ദൈവമേ കർത്താവേ, ഈ വചനത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ ഈ നാളുകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.